ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയുള്ള ഒരു ലഞ്ച് ഔട്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾ പോയത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. ശരിക്കും വേറൊരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ കണ്ടു. അതാ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണേ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഇതാരാന്നറിയാമോ? നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അതായത് ഇവിടെ റോബോട്ടാണ് കേട്ടോ നമുക്ക് സെർവ് ചെയ്യുന്നത്. കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ, പക്ഷേ സമയമില്ലായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഇതിന് മുമ്പ് ഒരു 3-4 മാസം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 അതിൽ മേലെയായി. അവിടെ ശരിക്കും നമുക്ക് നമ്മളുടെ ഫേസ് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ജിലുവിൻ്റെ മോള് സേറാക്കുട്ടി, പിന്നെ സജന, അതുപോലെ തന്നെ ലീന ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ കോമഡി താരം. ചേച്ചിയുടെ ഡയലോഗുകളൊക്കെ ഞാൻ പുറകെ ഇടാം. അപ്പോൾ അതാ നമുക്കിവിടെ ഒരു ഐപാഡ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഐപാഡിലാണ് ശരിക്കും നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഇതിൽ മെനു ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്നതെല്ലാം നമ്മൾ കഴിച്ച് തീർക്കണം. അഥവാ ഇനി ഒരുപാട് നമ്മൾ ബാക്കി വെക്കുകയാണെങ്കിൽ അവരതിന് ഫൈൻ ഈടാക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് എന്ത് വേണേലും ഓർഡർ ചെയ്യാം, എത്ര വേണേലും ഓർഡർ ചെയ്യാം. അതുപോലെ ലഞ്ചും ഡിന്നറും ഉണ്ട്. ലഞ്ചിനാണ് നമുക്ക് പൈസ കുറവ് എപ്പോഴും. അതേപോലെ വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും വ്യത്യാസമുണ്ട്. വീക്ക് ഡേയ്സിൽ പൈസ കുറവായിരിക്കും, അതേപോലെ തന്നെ വീക്കെൻഡിൽ പൈസ കൂടുതലായിരിക്കും. പക്ഷേ അപ്പോൾ മെനുവിൽ ഒരുപാട് സാധനങ്ങൾ കൂടുതലുണ്ടാവും. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഓർഡർ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. എന്തൊക്കെ വേണമെന്ന് നോക്കിയെടുക്കുവാണേ. അതുപോലെ തന്നെ ഡ്രിങ്കുകൾ, നമുക്ക് വേണ്ട ഡ്രിങ്കുകൾ പല ടൈപ്പ് ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്കാണ് കേട്ടോ. നല്ല ഡ്രിങ്കാണ്. പിന്നെ അതുപോലെ തന്നെ ജിലു കൊച്ചിന് വേണ്ടിയിട്ട് മാംഗോയുടെ ഒരു ഡ്രിങ്കും സെലക്ട് ചെയ്ത് കേട്ടോ. അതേപോലെ തന്നെ ഫുഡാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. സുഷി പല വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ അല്ലാതെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫിഷ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ മെനു ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ ഡ്രിങ്കുകളാണ് കേട്ടോ. മൊജിറ്റോ, പിന്നെ പിങ്ക് ലേഡി, പിന്നെ സീസർ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഉണ്ട്, പിന്നെ കുക്കുംബറിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പല ടൈപ്പ് ബിയർ, വൈന് ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡിഷസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാം, എന്ത് വേണമെങ്കിലും നോക്കിയെടുക്കാം. ഇതിനകത്ത് ലോട്ടസ് റൂട്ടൊക്കെ ഉണ്ട്. ലോട്ടസ് റൂട്ട് ടംബൂര, പിന്നെ അതുപോലെ തന്നെ ഷ്രിമ്പിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ചിക്കൻ്റെ ഉണ്ട്, പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്. അങ്ങനെ സീ ഫുഡ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതേപോലെ സൂപ്പിൻ്റെയും സാലഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒരുപാടുണ്ട്. അതായത് സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള നമ്മുടെ ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് പുഡിങ്ങുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. ഈ റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇസക്കായ എന്നാണ് എൻ്റെ പേര് കേട്ടോ. ഈസ്റ്റ് ഇസക്കായ. അത് നയാഗ്ര ഫോൾസിലാണ് ഇത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നയാഗ്ര ഫോൾസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കഴിച്ച് നോക്ക്. നല്ല ഒരു ഇതാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നമുക്ക് ജാപ്പനീസ് രീതിയിലുള്ള കട്ട്ലറീസ് ഒക്കെയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ലീന ചേച്ചിയുടെ ഡയലോഗ് കേട്ടോ. ഈ കോല് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കണ്ടേ? ഇതിന് ട്രെയിനിങ് എടുത്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. ഈ കോലിന്റെ ശരിക്കുള്ള പേര് ചോപ്സ്റ്റിക് എന്നാണ് കേട്ടോ. ഇത്ര സാധനമുണ്ടോ? പതിയെ പതിയെ ഓരോന്നേര്. ഷ്രിമ്പാണോ? ഇതെടുക്കായിരുന്നു. മറ്റേ നമ്മുടെ റോബോട്ട് മെഷീൻ കൊണ്ടുവരാൻ ഇതിൽ മുക്കി കഴിക്കാനാണത്. മമ്മി എടുത്തോളാം, നീ കഴിച്ചു.
അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പിങ്ക് ലേഡി, അതേപോലെ തന്നെ മാംഗോ അതാണ് നമ്മുടെ ഡ്രിങ്ക്. പിന്നെ സജന വേറെ മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തത്. മാംഗോ ആർക്കാ? കൊച്ചിനാ? സെറക്കുട്ടി ഹാപ്പിയാണേ. പിങ്ക് ലേഡി ചേച്ചിയുടെ മോനെ. അപ്പം ഞാൻ ദേ ഇവിടെ ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാനും വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം കഴിക്കുന്നത് ഷ്രിംപ് തമ്പൂരയാണ് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ, നല്ല സോസും നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദാ സെറക്കുട്ടി ചെറി ചോദിച്ചു, ചെറി കിട്ടിയപ്പോൾ സെറക്കുട്ടി ഹാപ്പിയായി കേട്ടോ. അപ്പം ഞങ്ങൾ സജന ഇവിടെ വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറകെ. ഇപ്പോൾ വന്നത് കൂടാതെ ഇനിയും ബാക്കിയുള്ളത് ഓരോന്ന് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അതനുസരിച്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നമുക്ക് കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ. ചില ഐറ്റംസൊക്കെ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്യും, പക്ഷേ ബാക്കി ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ നമ്മളുടെ റോബോട്ടാണ് നമുക്ക് കൊണ്ടുത്തരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെയും ചെറിയ കിട്ടിയില്ല അല്ലേ? ഹാപ്പിയല്ലേ? അല്ല, എല്ലാവർക്കും ചെറിയ കിട്ടിയില്ല. എവിടെ ഇരിക്കുന്നു? അത് ഭയങ്കര അവരുടെ എന്തോ ജിഞ്ചർ അയച്ച് ഭയങ്കര സ്പൈസിയാണ്. അത് കൂട്ടി ഇവർ കഴിക്കുക, പക്ഷെ അത് ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റാണ്. എന്തോ ഒരു ജിഞ്ചർ ജസ്മോൾ അറിയേണ്ട പേര്, ഒരു കുത്തലല്ലേ? വേണ്ട, ഫ്രൈ എന്റെ പാട്ട് തുതിച്ചോ. ചിക്കനൊക്കെ പോയി ഇത് കഴിച്ചു മര്യാദയ്ക്ക് വർത്താനം ഇത് ജ്യൂസ് തരാം, ഇത് കഴിച്ചു. നമ്മളിതൊക്കെ പൊട്ടിച്ച് വെച്ച് കണ്ടോണ്ട് ഇത് സ്റ്റാർട്ടർ ഓർഡർ ചെയ്തൊന്നും തോന്നിപ്പോയില്ല. നമ്മുടെ പിങ്ക് ലേഡി കാണാൻ നല്ല ക്യൂട്ടല്ലേ? അപ്പോൾ ദേ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇവിടെ ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ, ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതാണ് നമ്മളുടെ റോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വേണം ഫുഡ് എടുക്കാൻ. പുള്ളി കണ്ണൊക്കെ ഇളക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബൈ പറഞ്ഞതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ റോബോട്ട് നമുക്ക് ഫുഡ് കൊണ്ട് തന്നിട്ട് പോയി കേട്ടോ. ലീന ചേച്ചി ബൈ ബൈ ഒക്കെ പറഞ്ഞു വിട്ടു. ഇത് ബീഫ് കൊണ്ടുള്ള ഡിഷായിരുന്നു.
ഇതും ബീഫാണ്. അതേപോലെ ഈ കോലിൽ കാണുന്നില്ലേ, ഈ സ്ക്യൂറിൽ കാണുന്നത് അത് ചിക്കനാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. ഫ്രൂട്ട് സുഷിയാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനാണെങ്കിലും നല്ലതാണ്. പ്രത്യേകിച്ച് ആ മാംഗോയുടെ ഇത് നല്ല ടേസ്റ്റാണ്. പോലെ കുത്തിക്കണ്ട പിന്നെ ഇതിനിടയ്ക്ക് ചേച്ചി ചോപ്പ് സ്റ്റിക്ക് എങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിക്കുന്നത് കേട്ടോണേ. ഇതും എനിക്ക് തോന്നുന്നു ഹണി ഗാർലിക് ചിക്കനാണെന്ന് തോന്നുന്നു. നല്ല മധുരമൊക്കെ ഉള്ളൊരു ചിക്കനായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒരു ഇടിച്ച മുളകിട്ടൊരു ചിക്കനുണ്ട്, അതും നല്ല ടേസ്റ്റാണേ. അത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണം, നല്ലതാണ്. അതിൻ്റെ ഹോട്ട് ചില്ലി എന്തോ ചിക്കൻ എന്നാ പേര്, അങ്ങനെ അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഹോട്ട് ചില്ലി കൂട്ടി എന്തോ പേരാണ്. ഇത് വേണോ നിനക്ക്? സുഷിയാണോ? ഇത് വേണോ? ഇത് ചിക്കനാണ്. വേണോ? എന്തൊരു വെറൈറ്റി അത് കൂട്ടില്ല. അത് താഴെ പോയി സോസിന് ഭയങ്കര മധുര പുളിയോ. അങ്ങനെ ഇതാ ഇതിനാണോ അപ്പുറത്തേക്ക് നമ്മുടെ ഇടിച്ച മുളകിന്റെ സാധനം വന്നില്ലല്ലോ. ഇത് ആ അതിനെന്താ പേര്? ഏഷ്യൻ സ്പൈസ്. താഴെ പോകുമ്പോൾ പൊട്ടിപ്പോകും. കണ്ണി പോയടാ. മീൻ കൂടെ പിടിച്ചോളാം. എന്താണ് മംഗള ഇതിനകത്ത് എങ്ങനെ വെച്ചിരുന്നോ? ഞങ്ങൾ പരുത്തണം നല്ല കേട്ടോ. ഞകത്തെ അത് പരിപരിപ്പന്നടി. അത് നമ്മുടെ റവ പോലെ ഇരിക്കുന്ന സാധനം പിള്ളേർക്ക് കൊടുക്കാമല്ലോ. അത് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കരുത് ക്യാമറ ഒരേ സൈഡിലേക്ക് തന്നെ തിരിച്ചു വെച്ചെന്ന്. കാരണം നമുക്ക് തിരിച്ചു വെക്കാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പുറത്തെ സൈഡിൽ മൊത്തം ആൾക്കാരാണ്, അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്താണ് എട്ടയ്ക്ക് ജ്യൂസോ? ആ ചേട്ടാ അവളെങ്കിലും അമ്മക്കോ ഷെയർ ചെയ്യേണ്ടത് നിന്ന് കുടിച്ചു തീർത്താൽ മാത്രം മതി. ആ വീട്ടിൽ ചെല്ലുന്നു. അത് കുശുമ്പല്ലേ? ചേട്ടായോട് ഇതൊക്കെ പറയില്ല എന്നിട്ടാ
അപ്പം അത് നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് കാനഡയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.